പനച്ചിവിള എന്ന് പറയുന്ന സ്ഥലത്താണ്. ആയുവിന് സ്ഥലമല്ലേ ഇത്? ഓക്കെ. പനച്ചിവിളയുടെ പ്രാധാന്യം എന്തുവാ? ഇതിനിടയ്ക്ക് ഞാൻ ചായ കുടിക്കാൻ പോയെന്ന് ചോദിച്ചായിരുന്നു. എന്താ പേര്? എല്ലാം കാണും കേട്ടോ, എല്ലാം കാണും. അപ്പൊ എന്താ പേര്? അപ്പൊ നിങ്ങൾ ഹരിത കർമ്മസേനയല്ലേ? നിങ്ങളാണ് ഈ നാടിന്റെ ശക്തി. അപ്പൊ നമ്മൾ എന്തിനാ ഇറങ്ങി? നിങ്ങൾ TV കണ്ടായിരുന്നോ? ലഹരിമല്ല, മയക്കുമരുന്ന്. ഏതാ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഈ കുട്ടികളുടെ സ്കൂളിൻ്റെ വരാന്തയിലൊക്കെ പോയിട്ട് അവർക്ക് ചില ലഹരി പാനീയങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ പദാർത്ഥങ്ങളെ കൊടുത്ത് അവരെ ഇതിന് അഡിക്റ്റാക്കി നാട് നശിപ്പിക്കാൻ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പൈസ ഉണ്ടാക്കുന്ന അവരുടെ പണി. അപ്പോൾ ഇതിൽ ഒരുത്തനെ സ്കൂളിൻ്റെ വരാന്തയിൽ നമ്മൾ കയറ്റത്തിന് തീരുമാനിക്കണം. നമ്മുടെ നാട് നമുക്ക് ശക്തിയാണ് അല്ലേ? അപ്പോൾ എന്താ ഒരു തീരുമാനം ഇവിടെ ആരോ പറഞ്ഞല്ലോ? ഞാൻ പറയാം സാറേ, എല്ലാ രീതിയിലും പിന്നെ നമ്മൾ അവരെ നിലം പറ്റിക്കണം, പരിശ്രമിക്കണം. നമ്മുടെ കൊച്ചുങ്ങളെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മള്. ഞങ്ങളും തയ്യാറെടുപ്പിൽ തന്നെ. ഈ മയക്കുമരുന്ന് മാഫിയ വിരട്ടിയാ നിങ്ങൾ വരളൂ? വരളത്തില്ലല്ലോ. വേണ്ടി വന്ന ചൂലെടുക്കത്തില്ലേ? അടി കൊടുക്കാൻ പോലും തയ്യാറാണ്. അയ്യോ, അത് നമ്മൾ പറയില്ല, അത് പോലീസ് ചെയ്തോളും. അപ്പൊ പോലീസ് ശക്തമായിട്ടുണ്ട്. മോനെ, നിന്റെ പേരെന്താ? അർജുൻ. ഓ, അർജുനാ. ഓക്കെ. അപ്പൊ എന്താ പേര്? ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞായിരുന്നോ? അതെ, സാറന്മാര് പിള്ളേരെ ഒന്നടിച്ചാ അത് പിന്നെ അവര് കോടതിയിൽ പോണം. അതൊക്കെ പറഞ്ഞു. അപ്പൊ ചൂറിലെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. ചൂറിലെടുക്കണം, അമ്മമാര് ചൂറിലെടുക്കണം. അതുകൊണ്ട് നമ്മളൊക്കെ അതെ പണ്ട് നമ്മളെയൊക്കെ അച്ഛനും അമ്മയും സാറന്മാരോട് പറയുമെന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. ഇപ്പൊ സാറന്മാർ അങ്ങനെ ഒന്നും അടിച്ചാൽ അവര് കോടതി കയറിയേ പറ്റൂ. ചെറിയൊരു ചൂരലെടുക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചൂരൽ. അപ്പൊ ഇവരെ കൊണ്ട് ചോദിക്കാം. അങ്ങയുടെ പേരെന്താ? എന്റെ പേര് രാജീവ് കോശി, പഞ്ചായത്ത് മെമ്പറാണ്. ഇവിടെ ഇടമലക്കര ഗ്രാമപഞ്ചായത്താണ്. 24 ഈ എടുത്ത ഒരു ക്യാമ്പയിൻ വളരെ ശക്തമായി ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വളരെ സന്തോഷം, എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങളൊക്കെ ഏറ്റെടുത്തു. അറിഞ്ഞു ഇത്? അറിഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞോളൂ. എവിടെ വർക്ക് ചെയ്യുന്നത്? എന്ത് പരിപാടി ഇത്? ബാങ്കാണോ? ഏത് ബാങ്ക്? SBI-യോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക്. ഞാൻ വിചാരിച്ചു ഏതൊരു സ്വകാര്യ ബാങ്കാണെന്ന്. അപ്പൊ ഇതിനെ നിങ്ങൾ അറിഞ്ഞോ? TV കാണാറുണ്ടോ? 24 ഇവരും അറിഞ്ഞോ? വെച്ചിട്ടുണ്ട്. അപ്പൊ മയക്കുമരുന്നിനെതിരായിട്ടുള്ളൊരു യാത്രയാണ്. 14 ജില്ലകളോട് നമ്മുടെ നടന്ന യാത്രയെ. എനിക്കൊപ്പം ഹാഷ്മി ഉണ്ട്, അതുപോലെ തന്നെ വിജയകുമാർ. ഈ മനുഷ്യനാണ് വിജയകുമാർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഇനിഷ്യൽ പറഞ്ഞാൽ കൂടി ഞാൻ ഒരു ചായക്കപ്പ് കൊടുത്തായിരുന്നു. അപ്പൊ അതായത് ഇനിയിപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ വീടിന്റെ, താങ്കൾ എവിടെ താമസിക്കുന്നത്? അവിടുന്ന് ഇടത്തോട്ട് പോയാൽ മൂന്നാമത്തെ വീട്ടിൽ താമസിക്കുന്നവരാ? കള്ളം പറയാതെ ലൈവായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ചായക്കപ്പ് സമ്മാനമായിട്ട് തരും. പറയാൻ പറ്റുന്നില്ല. അപ്പൊ താങ്കൾക്ക് പറയാൻ പറ്റുമോ? അതായത് താങ്കളുടെ വീടിന്റെ ഇടത്തോട്ട് പോയാൽ മൂന്നാമത്തെ വീട്ടിൽ താമസിക്കുന്ന ആളിന് അവിടുത്തെ ഗ്രഹനാഥന്റെ പേര് പറഞ്ഞാൽ മതി. എന്റെ രാമേന്ദ്രപിള്ള. നിങ്ങൾ അവിടെ ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഈ കപ്പ് ഇത് തരുന്നു. ഓക്കെ. രാമേന്ദ്രപിള്ള. ആ രാമേന്ദ്രപിള്ള ചേട്ടന്റെ വിശ്വാസത്തിൽ താങ്കൾക്ക് എന്താ പേര്? ബ്രേക്കിംഗ് ന്യൂസ് ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ലേഖ ഒരു ചായക്കപ്പ്. അതാ നമ്മൾ ഇതിലൂടെയുള്ള സന്ദേശം എന്താണെന്നറിയോ? നമ്മൾ അയലത്ത് താമസിക്കുന്ന ആൾക്കാരോട് ചങ്ങാത്തം കൈവിട്ടവരാണ് നമ്മൾ. അവരോട് ചങ്ങാത്തം വേണം. ഇനിയും ചായക്കപ്പ് പോയിട്ട് ആൾക്കാർ വരും. മാത്രമല്ല ഈ മാഫിയ സംഘത്തെ നിയന്ത്രിക്കാൻ അവരുടെ കൂടെ സംഘടന വേണം. അപ്പൊ അതുകൊണ്ടൊക്കെ അവരോടൊരു സൗഹൃദങ്ങൾ സൂക്ഷിക്കണം. ഇനി നമുക്ക് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ അതേ ഒരു ചായക്കപ്പ് നേടിയ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക്, നമ്മൾ ഇടവേള കഴിയുമ്പോൾ നമ്മളും അതിന്റെ കഴിയുന്നതിന്റെ കൂടെ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. അപ്പൊ താങ്ക് യു. ഹായ്. ഓക്കെ. വിജയ, ഇവരെല്ലാം സപ്പോർട്ടാണ്. ഇത് ഇന്ത്യൻ ബാങ്കാണ്. ഈ ബാങ്കിന്റെ അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, രാജാജാനേന്ദ്രന്റെ ഒരു ലൈറ്റ്. അത് വർഷങ്ങളായി പഞ്ചായത്തിന്റെ ലൈറ്റാണ്. വർഷങ്ങളോട് ഇവിടെ കത്താതെ കിടക്കുവാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനാണ് എന്റെ ചുമതല. പഞ്ചായത്ത് മെമ്പറെ ഭരിക്കാൻ പറയാം, വാർഡ് മെമ്പറെ ഭരിക്കാൻ പറയാം. ഇവിടുത്തെ അഞ്ചൽ സ്റ്റേഷനിലത്തെ SI-യെയും 3 ഉദ്യോഗസ്ഥരെയും ഒരു മദ്യപാനി അടിച്ച് കൈ പൊട്ടിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിലാണ്.